കളിക്കാൻ നമ്മുടെ ഫ്രീ ഫയർ. നമ്മൾ ഫ്രീ ഫയറാണ് നമ്മുടെ മെയിൻ താരം. ഫ്രീ ഫയർ കളിക്കാൻ നമുക്ക് അവന്മാരെ കില്ല് ചെയ്യാലോ. പാവങ്ങളല്ലേ. ഞാനൊരു റിയൽ ലൈഫിലൊരു 10 അല്ല 20 ആൾക്കാരെ വരെ വേണമെങ്കിൽ കൊല്ലാം. നമുക്ക് ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് പറ കേസ്, ആ ട്രിക്ക് നമ്മൾ എടുക്കണോ വേണ്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നമുക്കിവിടെ അതിൽ ഇപ്രാവശ്യം കുറേ ട്രിക്ക് ഉണ്ട്. നമ്മൾ ബിയറാണ് കളിക്കുന്നത്. കാരണം നമ്മുടെ ഇതിനകത്തൊന്നും നമ്മൾ ഇതുവരെ ബിയറൊന്നും കളിച്ചിട്ടില്ല. ആദ്യം നമ്മൾ പോകേണ്ട വലിയ രാജകൊട്ടാരം പോലുള്ള പീക്കിലോട്ടേക്കൊന്നുമല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ സാധാ ഒരു ചെറിയ സ്ഥലത്തോട്ടേക്ക് പോയിട്ട് ഏതെങ്കിലും ഗണ്ണെല്ലാം എടുത്തിട്ട് സെറ്റായിട്ട് വേണം പീക്കിലോട്ടേക്ക് പോകാൻ. ഇല്ലെങ്കിൽ മൂഞ്ചി ചുറ്റി അവിടെ വരേണ്ടി വരും. സൈലൻസർ അവിടെ സൈലൻസറൊക്കെ വേണം. ഓക്കെ അവിടെ സൗണ്ട് പിന്നെ ആരാ തോപ്പിക്കാൻ വന്നേക്കണം. പീക്ക് വെച്ചവിടെ അവനും അത് സെയിം കണ്ണാണ്. ഗ്ലൂ വാൾ ബ്രേക്കർ ഇട്ട് ചക്കന് തകർക്കാൻ കഴിയും. ചക്കൻ നമ്മൾ കിളി തീർത്തു. നമ്മൾ വിചാരിച്ചു ചക്കൻ ഇത് എങ്ങോട്ട് പോയി എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കേട്ടോ. പീക്ക് വെക്കുന്ന നല്ല വലിയ കാണൊന്നും കിട്ടുമായിരിക്കൂലേ. ഇവിടെ വെച്ചൊന്നും വലിയ ബെസ്റ്റായിട്ടുള്ള ഒരു കാട്ടുവാള അതിൻ്റെ ഇടയ്ക്ക് ഒളിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വിട്ടുകൊടുക്കുമോ? ഈ സ്ഥലത്ത് വെച്ച് തന്നെ കുറേ എനിമീസിനെ എനിക്ക് സ്പോട്ടാക്കാൻ പറ്റി. ബാക്കി വിട്ടു അമ്മമാരൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും. മൂന്നാമത്തെ ആളാണ് ഇപ്പോൾ നമ്മൾ പൊക്കുന്നത്. ഏക്കെ ഉണ്ടായിരുന്നെങ്കിൽ സൗകര്യമായനടെ. എടേ ഇതിന് വരെ കിട്ടാ പോരെ. ഓക്കെ നമ്മൾ പീക്കി പൊട്ടുന്നാലും നല്ല ഇത് തന്നെ എടുക്കണം. അത് കണ്ടോ കേസ്, ഈ ചെറിയ വീട്ടിൽ തന്നെ ഇത്രയും എനിമീസ് ഉണ്ട്. പിന്നെ പീക്കി പോയാൽ പിന്നെ മഴയായിരിക്കും കേസ്. നമ്മൾ ഇതുവരെയായിട്ട് ബിയറാങ്ക് നല്ലൊന്നും കളിച്ചിട്ടില്ല കേസ്. എല്ലാണോ എന്നെ ബ്രൗൺസോ CS ബ്രൗൺസോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മമാരെന്നെ കളിയാക്കുന്നുണ്ട് കേസ്. മെയിലോട്ട് നമ്മൾ 2 ആക്കിയിട്ടുണ്ട്. അപ്പം UG എന്തായാലും വേണ്ട. ഒന്ന് നമ്മൾ ഒരുത്തനെ കില്ല് ചെയ്ത് തീർത്താന്നല്ലോ. ഞാൻ വട്ടം നാലേ കളിക്കുന്നു. അപ്പം ഞാൻ വട്ടം നാലേ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അടുത്ത വീട്ടിലോട്ടേക്ക് പോകാൻ നല്ല ഗണ്ണും നെല്ലൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതിന് തന്നെ ആവശ്യത്തിന് ഡാമേജ് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. ഇവിടെ നിന്ന് പതി ഇങ്ങനെ നെയിം ചെയ്ത് നോക്കാം ഗൈസ്. ഇവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരുത്തം മരണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 220 വേണ്ടേ. നമുക്ക് 300 റുപ്യ ഉണ്ട്. മോളവിടെ ഒരു വണ്ടി കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. പീക്കിലോട്ടേക്ക് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇതെല്ലാം ഒരു ലോ റേഞ്ച് കണ്ണും പിന്നെ ഒരു ലോ റേഞ്ച് കണ്ണും പിന്നെ ഹൈ റേഞ്ച് കണ്ണും കയ്യിലുണ്ട്. കാരണം പിന്നെ പേടിക്കണ്ട അച്ചു ബാബ. നമുക്ക് ഇതിനകത്തുനിന്ന് കയറി മെഡിക്കറ്റൊക്കെ ഇങ്ങെടുത്തൊക്കെ നമുക്ക് കുറേ സാധനങ്ങളെങ്കിലും കിട്ടി. അവിടെ ഏതൊരു എനിമി ഉണ്ടാകുന്നല്ലോ, നോക്കട്ടെ. വേറെ ഏത് ഒരുത്തനുണ്ടെന്നാണ് തോന്നുന്നത്. മുകളിൽ വമ്പനടിയാണ്. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇവിടെ നിന്ന് ഒളിച്ചിരിക്കാം ഗൈസ്. ഒട്ടേ ഉള്ളൂ ഗൈസ് കാര്യം. എല്ലാം നൈസിൻ്റെ അടുത്തുണ്ട്. മുകളിൽ
വിട്ടേ നമ്മളോട് ഇതുങ്ങളെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഭാഗം ചെക്കൻ യൂടി ഓക്കെ അടിച്ചു കൂടെ ചെക്കൻ ഏക്ക ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ ഏക്കൊന്നും ചെക്കണില്ല. കുഴപ്പമില്ല. UMP ഉണ്ട്. നമുക്ക് പോയി UMP എടുക്കാം. ഇതിന് വരെ UMP ഓക്കെ. നമുക്ക് നേരെ പോയാൽ മതി. നമുക്കപ്പോൾ നേരെ പോകാൻ കഴിയും. ഇതിൽ പൊളിയാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഇതൊരു M5 കിടപ്പുണ്ട്. പക്ഷെ M5 എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാര്യം അറിയാലോ ഗൈസ്, വായിക്കാൻ മാത്രം സ്കിന്നൊന്നും ഇല്ലാടെ. പക്ഷെ ഞാൻ വേണമെങ്കിൽ ഒരു ട്രിക്ക് കാണിച്ചു തരാം. വേണമെങ്കിൽ നിങ്ങൾക്കത് ആപ്പിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു വശത്തോട്ടേക്ക് ഇപ്പോൾ ഇതൊന്നും വേണ്ട, അത് കുഴപ്പമില്ല. നമുക്ക് ഓടാം ഗൈസ്. എന്നിട്ട് നമ്മൾ നേരെ പോയി വൈഫൈ കയ്യിൽ നിർത്താം ഗൈസ്. അപ്പോൾ വൈഫൈ നിർത്തി കഴിയുമ്പോൾ ഇവിടെ നെറ്റും കയ്യിലും പോകണമായിട്ട് നമുക്ക് തോന്നും. ഇല്ല ഗൈസ്, നമുക്ക് നെറ്റ് പോകണില്ല. എന്തായാലും നമുക്ക് നെറ്റ് ഇട്ടാക്കാം ഗൈസ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നെറ്റ് പോയിട്ട് നമ്മൾ പീക്കിലോട്ടേക്ക് ഓടുകയാണ്. അപ്പോൾ പീക്കിലോട്ടേക്ക് ഓടിങ്ങയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എന്താ പീക്കിലോട്ടേക്കും കയ്യിൽ ഓടി പോവുകയാണെങ്കിൽ ഫൈനലായി 5 കിലോ എടുത്തിട്ടുള്ളൂ. അവനൊരു ഡാമേജ് വിട്ടോടെ. ചെക്കന് മനസ്സിലായി. വലിയ ഷോട്ട് ലോങ് റേഞ്ചിട്ട് ഗണ്ണാവാതിരുന്നാൽ മതി. ബോംബ് ഇട്ടിട്ട് കാര്യമില്ല. എത്ര ഡിസ്റ്റൻസ് ബോംബ് ഇടാനും പറ്റില്ല. ശരിടേ ദൈവമേ, ഇത് ഗണ്ണിനാണെങ്കിൽ വെടിയുണ്ടേ ഇല്ലല്ലോ. അയ്യോ, നേരെ നമുക്ക് താഴത്തോട്ടേക്ക് കൊടുക്കുക. അവിടെയുള്ള സാധനം മുഴുവൻ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. ഇല്ലെങ്കിൽ നമ്മൾ പടാവുന്നതിൽ 400% ഉറപ്പാണ്. കാര്യം UMP ഒക്കെ ഉണ്ടെങ്കിലും ലോ റേഞ്ചിൽ UMP ലോങ് റേഞ്ചിൽ UMPക്ക് വലിയ ഇതൊന്നുമില്ല. സ്ഥാനമില്ലാത്തതുകൊണ്ട് തന്നെ ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് വന്നേക്കുവാണ്. ദൈവമേ, ഇനിയിപ്പോൾ അവിടെ നിൽപ്പുണ്ടാവുമോ എന്നാണ് ഗൈസ് എൻ്റെ സംശയം. 9 ആൾക്കാരായി ഗൈസ്. യെസ്, ലെറ്റ്സ് ഗോ. കയറിപ്പോൾ അവനൊരു പ്രാവശ്യം റൗണ്ട് നോക്കിയിട്ട് പോയി കാണും. കാര്യം അങ്ങനെയാണ് ഗൈസ്. ഉറപ്പ് നോക്കിയിട്ട് പോയി കാണും. എന്തായാലും ഈ വഴി പൊളിച്ചും 10ഉം 15ഒക്കെ നമുക്ക് പോകണം. 7 ആൾക്കാരായി ഗൈസ്. നമുക്ക് ബൂയി അടിക്കും നമ്മൾ മാക്സിമം നോക്കണേ. സ്നൈപ്പർ ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, നമുക്ക് ആവശ്യമില്ലാത്തടത്ത് സോറി ബ്രോ, ഇന്ന് ഡ്രോപ്പ് അപ്പ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ തന്നെ കുറേ ഉണ്ട് ഗൈസ്. തൽക്കാലം തന്നെ കളക്ട് ചെയ്ത് കൊടുത്തേക്കാം. ഇതെല്ലാം 3 ആണെന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. കണ്ടാണിപ്പോൾ അവിടെ. ഇപ്പം നമ്മൾ അങ്ങനെ കയറി കൊടുക്കണില്ല. അത് ചെറിയ നെറ്റ് പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ഒറ്റയടിക്ക് അങ്ങനെ കയറി കൊടുക്കില്ല. അവിടെ 2 എണ്ണം പൂരടിക്കാണ്. 5 5ആയി.
കില്ല് 5 ഓ കില്ലേഴ്സും 5 കൂടെ ഇതുണ്ട്. നമുക്ക് ഇതിനകത്ത് നോക്കാം. ഇനി ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഗീസ് ഇതിലോട്ടെ എങ്ങാനും ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പൊളിയെന്നുള്ളതിന് 400% ഇതാണ്. ഈ 4 ആൾക്കാരായി. ഇതിന് ഇപ്പം തന്നെ വീക്കിലോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ വരും. ഇതിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇത് അവിടെയാണ് അവൻ. ഹെൽത്ത് ചെയ്യേ. എന്തായാലും അവൻ പുറത്തോട്ട് ചാടും. നമുക്ക് ചെക്കൻസ് പണി കൊടുക്കാം. ഇവന്മാരിപ്പോൾ അടിയാ. വമ്പൻ അടിയാണോ. ഇട് ഗ്ലൂ വാൾ ഇടാൻ പറഞ്ഞില്ല. ദൈവമേ നെറ്റ് ഗായ്സ് നെറ്റ് പോയതാന്നടേ. ബ്രോ വാട്ട് ദ ഹെക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും കയ്യിലൊക്കെ നമുക്ക് എടുക്കാനും പറ്റിയല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വമ്പൻ അടിയൊക്കെയാണ്. എനിക്കൊന്ന് ഇക്കാറ് ഇവനെ എന്നെ അടിച്ച് കുറ്റി കയറ്റി. ഞാൻ പറഞ്ഞു എടുത്തില്ല ഗൈസ്. മുമ്പ് ചക്കൻ പുയ്യോ അടിച്ച് കയറ്റി. എന്തെങ്കിലും ഓട്ടെ ഗൈസ്, ഇന്നത്തെ ഒരു നല്ല ദിവസമായിരുന്നു എന്നൊക്കെ പറയാം ഗൈസ്. നമ്മളിപ്പോൾ ഇതാണ്. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ അടുത്ത സ്കോറിലോട്ടേക്ക് പോകാറായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ.